ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ചലഞ്ചായിട്ടാണ്. വേറൊന്നുമല്ല, UMP ഓൺലി ചലഞ്ച്. അപ്പോൾ ഗൈസ്, നമ്മൾ P90 ഓൺലി ചലഞ്ച് ചെയ്തു, വെക്ടർ ഓൺലി ചലഞ്ച് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ ഇതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ താണ്ടെ നെക്സ്റ്ററ മാപ്പാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ താണ്ടെ പ്ലസ് ആരിയയിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ കൂടെ കുറച്ച് എനിമീസും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയോ ഗൈസ്? അതെ, UMP കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. UMP എത്രയും പെട്ടെന്ന് കിട്ടുന്നോ അത്രയും നല്ലത്. അതുകൊണ്ട് അവിടെ ട്രോഗണൊക്കെ എടുക്കുന്നുണ്ട്. അതൊന്നും അല്ലല്ലോ നമുക്കിപ്പോൾ വേണ്ടത് UMP ആണ് ഗൈസ്. അപ്പോൾ UMP തപ്പി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചലഞ്ചിൽ ജയിക്കാൻ പറ്റുമല്ലയോ? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് UMP നോക്കാം. ഓ എൻ്റെ പൊന്നോ, ചാടിക്കയറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓക്കെ, നമ്മൾക്ക് ഓടാം. ഇല്ലേ, അവൻ പുറയുന്ന അവൻ്റെ കയ്യിൽ ഗൺ കിട്ടിക്കാണും. മാത്രമല്ല ഇവിടെ UMP ഒന്നും ഞാൻ കണ്ടില്ല. ഓടുന്നതായിരിക്കും നല്ലത്. അവനവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അതാണ്ട് അങ്ങോട്ട് പുറത്തോട്ട് ഓടി വന്നെന്ന് തോന്നുന്നു. അവൻ പുറത്തോട്ട് ഓടി വന്ന് നമുക്ക് ഇവിടെ വല്ലയിടത്തുനിന്ന് UMP കിട്ടുമോയെന്ന് നോക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു വാർ ചെസ്റ്റ് ഉണ്ട്. വാർ ചെസ്റ്റിൽ ഫോറസ്കോപ്പ് അതേ ഉള്ളൂ, UMP ഒന്നുമില്ല. വെയിറ്റ്, UMP. കിട്ടി സാധനം കിട്ടി ഗൈസ്. ഇതിൻ്റെ മുകളിൽ അവന്മാർ ഫൈറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ പോയിട്ടൊരു കില്ലെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് മുമ്പ് തന്നെ നമുക്ക് ഇത്തിരി ആമവും വെസ്റ്റും ഒക്കെ റെഡിയാക്കിയിട്ട് പോകാം. ഈ കണ്ണൊക്കെ എന്തിനല്ലേ? അയ്യോ, അതിന് മുകളിൽ അവന്മാർ നല്ല ഫൈറ്റാണ് എടുക്കുന്നത്. ആ കണ്ണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇവിടെ അവന്മാരുണ്ട് കേട്ടോ. ദാണ്ടെ നിൽക്കുന്ന മുത്തോണി. എടോ 55 HP നമ്മളവനെ അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഈ കളിയിലെ ആദ്യത്തെ കില്ലാണ്. അവിടെ ഒരുത്തൻ നിപ്പുണ്ട്. നമുക്ക് മെഡിക്കറ്റ് അടിക്കാം. ദാണ്ടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ വെസ്റ്റ് ഒന്നും റിപ്പയർ അടിക്കണമെന്ന് തോന്നുന്നില്ല. കാര്യം നമ്മുടെ ലെവൽ 2 വെസ്റ്റാണ്. ഇത് എന്തിനാണ് റിപ്പയർ അടിക്കുന്നത് അല്ലേ? 43 ഇലയും ഉണ്ട്. നമുക്കൊരു കില്ലും കിട്ടിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ കില്ല് കിട്ടിയത് എന്തായാലും നല്ലതാണ്. ഈ ഗണ്ണൊന്നും വെച്ചിട്ട് നമുക്കൊരു ഉപകാരമില്ല. ഇതൊക്കെ എന്തിനാണ്? ബൈസണോ? എൻ്റെ പൊന്നോ, ഇല്ലേ തനിയെ കയറി വന്നുകൊണ്ടിരിക്കുക. ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഇതിലും വഴി വല്ലതും കറങ്ങിച്ചെന്ന് കയറാൻ പറ്റുമോ നോക്കാം. കാര്യം അവന്മാർ പ്രതീക്ഷിക്കാത്ത അടുത്തൂടെ വേണം നമ്മൾ അടിക്കാൻ. നമ്മൾ നേരെ നടിക്കുമ്പോൾ അവിടെ വേറെ ആരൊക്കെയോ തമ്മിൽ അവന്മാർ ഫൈറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലും വഴി കൂടെ കറങ്ങിച്ചെല്ലാൻ നേരത്ത് അവന്മാർ പ്രതീക്ഷിക്കത്തില്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലത്തുള്ള കിണ്ണം കിടക്കാച്ച വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഒരു UMP കൂടെ കിട്ടുമോ നോക്കാം. ഷീൽഡ് കണ്ണോ? അതൊക്കെ ആർക്ക് വേണം? ഷീൽഡ് കണ്ണൊന്നും വേണ്ട. അവിടുന്ന് അവന്മാർ താണ്ടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരുത്തൻ താണ്ടെ താഴത്തോട്ട് ഇറങ്ങിപ്പോകുന്നു. നിങ്ങൾ കണ്ടോന്നറിയത്തില്ല. താഴത്തോട്ട് ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ടു. ഇവിടെ ഒന്നും ഇനിമയൊന്നും ഇല്ല. അതേണ്ട നേരത്തെ ഫൈറ്റ് എടുത്തിട്ട് ലൂട്ട് ബോക്സ് ആണെന്ന് തോന്നുന്നു. അവന്മാർ നമ്മളെ നേരത്തെ കൊന്നവൻ്റെ ലൂട്ട് ബോക്സ് അവിടെ ആയിരുന്നു. ദാണ്ടെ ഓടിപ്പോകുന്നേ. അവനെ നിങ്ങൾ കണ്ടോ ഗൈസ്? അതേ ഇതിലും വഴി ഇങ്ങോട്ട് പോയിട്ടുണ്ട്. എൻ്റെ പൊന്നു, മണ്ടനായതുകൊണ്ട് തന്നെ അടിച്ചില്ല. അവൻ്റെ കയ്യിൽ മറ്റേ ഒരു ഹെഡ് പോയിട്ടുണ്ടേ. അടിക്കാൻ പറ്റുമോ നോക്കാം. കൊള്ളുന്നില്ലല്ലോ. ഓക്കെ, കൊണ്ടു. നമ്മൾ ലാസ്റ്റ് ദിമിത്രി ഇട്ട് നമ്മൾ എണീക്കുന്നുണ്ട്. ഓക്കെ, ഒരു UMP കൂടെ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. എന്തായാലും നമുക്ക് 2 കില്ലായിട്ടുണ്ട്. ഓക്കെ ഗേസ്, ബാഗ് ലെവൽ 3 വെസ്റ്റ് എല്ലാം ക്ലെയിം ആവുന്നുണ്ട്. നമുക്ക് ഇൻഹേലർ അടിച്ച് കയറ്റാം. മുകളിലോട്ട് തന്നെ പോവാം. മുകളിൽ വല്ല എനിമീസും ഉണ്ടോ എന്ന് നോക്കാം. ഇനിയിപ്പോൾ മെഡിക്കറ്റ് അടിക്കണോ ഗേസ്? അല്ല, റിപ്പയർ അടിക്കണോ ഗേസ്? വേണ്ടല്ലേ. കാര്യം ഈ ലെവൽ 2 വെസ്റ്റിനൊക്കെ എന്തിനാണല്ലോ റിപ്പയർ കിറ്റ് അടിക്കുന്നത്. ഒരു UMP കൂടെ കിട്ടുമോ നോക്കാം. ഒരെണ്ണം കൂടെ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. ഒരു UMP താടാ. എന്തൊരു കഷ്ടപ്പാടാ ഇത്. ഇതെന്തുവാ? ഓക്കെ, സ്കാർ ഇവിടെ വന്ന് കിടപ്പുണ്ട്. സ്കാർ ഇതുവരെ ആരും എടുത്തിട്ടില്ല. അപ്പോൾ ഈ നിങ്ങൾക്കൊരു ഫാക്ടർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഗ്രാവലാപ്സിൻ്റെ നടുക്ക് എപ്പോഴും ഒരു സ്കാർ കാണും. അത് നിങ്ങൾ കളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഗ്രാവലാക്സിൻ്റെ അവിടെ എപ്പോഴും ഒരു സ്കാർ കാണും. അയ്യോ, നമ്മുടെ P90 ഒക്കെ കിടക്കുന്നു. അല്ലാത്ത സമയത്താണെങ്കിൽ ഒന്നും കാണത്തില്ല. ഇപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മെയിൻ ഗണ്ണാണ് P90. നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യേസ്. എനിക്ക് ഏതാണ്ടേ ട്രോഗണൊക്കെ കിട്ടുന്നുണ്ട്. ഇത് തനിയെ ക്ലെയിം ആവുന്നതാണ്, അല്ലാതെ ഞാനായിട്ട് എടുത്തു വെക്കുന്നൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് 1100 ടോക്കണായിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഒരു HP കൂടെ എടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു ആഴ്സണൽ കീ വല്ലതും മേടിക്കാം ഗൈസ്. ഓക്കെ, ആഴ്സണൽ കീ മേടിച്ചിട്ട് ഒരു ആഴ്സണലൊക്കെ തുറന്ന് ലെവൽ 4 വെസ്റ്റൊക്കെ സെറ്റാക്കി എന്നിട്ട് നമുക്ക് പവർ ആവാം. ഓക്കെ, ദാണ്ടെ കിടക്കുന്ന UMP. ഓക്കെ, 2ാമത്തെ UMP നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും നോക്കണ്ട. നമുക്ക് ഇതെല്ലാം എടുത്ത് കളയാം. എനിക്ക് ഇനി ഒന്നും വേണ്ട. അപ്പോൾ ഈ സ്പാന് ഇതേപോലത്തെ ഗണ്ണൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് പാനൊക്കെ ഒരു എനിമീനെ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമല്ലേ. ഇല്ല, നമുക്ക് പ്രൊട്ടക്ഷൻ ആണെങ്കിലും പറയാം. പക്ഷെ അങ്ങനെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പാനും ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് UMP മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മെഡിക്കറ്റും ഗ്ലൂ ആളും അതൊന്നും കുഴപ്പമില്ല. മെഡിക്കറ്റും ഗ്ലൂ ആളും ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഗൈസ്? നമ്മൾ താണ്ടെ അങ്ങോട്ട് പോകുവാണ്.
മെഡിക്കറ്റും ഗ്ലൂ വാളും ഒക്കെ ഇല്ലാതെ പറ്റുവോളോ അങ്ങനെയൊക്കെ? മെഡിക്കറ്റും ഗ്ലൂ വാളും ഇല്ലാതെ നമുക്ക് വേറൊരു ചലഞ്ച് ചെയ്യാം. മെഡിക്കറ്റും ഗ്ലൂ വാളും ഒന്നും ഇല്ലാതെ വേറൊരു ചലഞ്ച് ചെയ്യാം. ഗ്ലൂ വാൾ ഇല്ലാത്ത ചലഞ്ച്. ഓക്കെ, ആ ചലഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ചലഞ്ച് ചെയ്യാം. ഇനി എന്തായാലും 200 മീറ്ററോളം നമ്മൾ ഓടണം അങ്ങോട്ട്. വഴിയിൽ വെച്ച് വല്ല വണ്ടി വല്ലതും കിട്ടിയാൽ കൊള്ളാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ലൂട്ടടിച്ച് പയ്യെ ലൂട്ടടിച്ചൊക്കെ പോകാം. അതാണ്ട് ഡബിൾ വെക്ടർ കിടക്കുന്നത്. നമ്മുടെ ഡബിൾ വെക്ടർ ചലഞ്ച് കാണാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ ഡബിൾ വെക്ടർ ചലഞ്ച് കാണാം. ഇപ്പോൾ കിണ്ണം ചലഞ്ചാണ്, എല്ലാവരും പോയി കാണുക. നമുക്ക് ഈ ഒരു മാച്ച് ഇപ്പോൾ നമ്മുടെ 17 ലൈവ് ആയിട്ടുണ്ട്. ഇതിൽ എവിടം വരെ എത്താൻ പറ്റുമോ നോക്കാം. ഇങ്ങനെ പയ്യെ നമ്മളിങ്ങനെ നടന്നു പോയാൽ മതി. വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ധൃതിപ്പെടണ്ട, നമ്മൾ പതിയെ ഇങ്ങനെ പോയാൽ മതി. ഓരോരോ വീടുകളിലൊക്കെ കയറി ഇങ്ങനെ പയ്യെ ലൂട്ടൊക്കെ അടിച്ച് ചാടി മറിഞ്ഞുമൊക്കെ പോയാൽ മതി. അവിടെ ഓക്കെ, ഒരു ഗ്ലൂ വാൾ ഉണ്ടായിരുന്നു ആ ലൂട്ട് ബോക്സിൽ. ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു ഗ്ലൂ വാൾ ഇട്ടിട്ട് വേറെ ഗ്ലൂ വാൾ എടുത്തു. അപ്പോൾ എത്ര ഗ്ലൂ വാളുണ്ട് നമുക്ക്? 6 ഗ്ലൂ വാളേ ഉള്ളൂ അല്ലേ? ഓക്കെ, ക്രോണോയുടെ സ്കില്ല് നമ്മളെടുത്തിട്ടുണ്ട്. ക്രോണോ നല്ലതാണ്. ഈ ക്യാരക്ടർ സ്കില്ലൊന്നും ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. അതിന് വേണം നമുക്ക് വേറെ ചലഞ്ച് ചെയ്യാം. ഓക്കെ, അതാണ്ട് ഇവിടെ ആഴ്സണലുണ്ട്. അയ്യോ, ഞാനിപ്പോൾ ആ G8 എടുത്ത് വെടി വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫെയിലായേനെ. അല്ലേ, എനിമീനടിക്ക് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. എനിമീനടിക്ക് മാത്രമേ ഉള്ളൂ. എങ്കിലും നമ്മളത് എന്തിനാണ് വെറുതെ എടുത്ത് വെക്കുന്നതല്ലേ? ഇനി എങ്ങാനും കൈതട്ടി അറിയാതെ എങ്ങാനും പോയാലോ? പറയാൻ പറ്റത്തില്ല, ഞാനാണേ ചിലപ്പോൾ അറിയാതെ എങ്ങാനും പോകുന്നുണ്ട്. ഗ്രോസയൊക്കെ കിടക്കുന്നു. എന്തായാലും ഏതെങ്കിലും ഒരു എനിമി വന്നു കഴിഞ്ഞാൽ അവൻ എടുക്കട്ടെ. അവന് നമ്മളത് കൊടുക്കുകയാണ്. ഗ്രോസയൊക്കെ വന്ന് എടുത്തോ. അപ്പോൾ ഇവിടെ ദാണ്ടേ അവിടെ ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട് എനിമി. അവനവിടെ കാണുന്നുണ്ട്. അവൻ ഓടിപ്പോയി ദാണ്ടേ അത് എടുക്കുന്നുണ്ട്. മോൺസ്റ്ററൊക്കെ എടുത്ത് അവൻ ദാണ്ടേ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ലൂട്ട് ബോക്സിൽ നിന്ന് വല്ലതും കിട്ടുമോ നോക്കാം. എന്ത് കിട്ടാനാണല്ലേ? കോയിൻ മാത്രമേ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. കോയിനും മേടിക്കോ? എൻ്റെ പൊന്നോ, ക്രോണോട് ഉപകാരം കണ്ടോ ഗൈസ്? അവൻ ക്രോണോ തല്ലി പൊട്ടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവൻ ആ ട്രക്കിൻ്റെ പുറകിലാണെന്ന് തോന്നുന്നു. നമുക്ക് ഗ്ലൂവാളിൻ്റെ പുറകിലോട്ട് നൈസായിട്ട് മാറി നിൽക്കാം. അല്ലെങ്കിൽ അവൻ നമ്മൾ ഇടിക്കും. നമ്മൾ ആ ഒരു കല്ലിൻ്റെ പുറകിലോട്ട് വന്ന് നിൽപ്പുണ്ട്. അവനിപ്പോഴും ആ ട്രക്കിൻ്റെ പുറകെ നിൽപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഈ ഒരു അവസ്ഥകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. കാര്യം നമ്മുടെ കയ്യിലുള്ളത് ഷോർട്ട് റേഞ്ച് ഗണ്ണായ UMP ആണ്. നമ്മളിവിടെ നൈസായിട്ടൊന്ന് ഗ്ലൂ വാൾ ഇട്ടിട്ട് പുറകിലോട്ട് വലിയുകയാണ്. ആ മണ്ടരെന്ന് വിചാരിക്കും നമ്മളിപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന്. അവൻ ഗ്ലൂ വാളിൽ അടിക്കുന്നുണ്ടോ ഗൈസ്? ഗ്ലൂ വാളിൽ അടിക്കുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. എനിക്ക് തോന്നുന്നു അവൻ ഗ്ലൂ വാളിൽ അടിക്കുന്നുണ്ടെന്ന്. അവൻ ഗ്ലൂ വാൾ അടിച്ച് പൊളിക്കാൻ നോക്കുന്നുണ്ട്. അവൻ്റെ വിചാരം നമ്മളിപ്പോഴും അവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ടെന്നാണ്. പക്ഷേ നമ്മളവിടുന്ന് എപ്പോഴേ സ്കൂട്ടായി കഴിഞ്ഞിരിക്കുന്നു. 11 ലൈവായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഫൈനൽ സോണിൽ ചെന്നിട്ട് എനിമീനെ അടിച്ച് കൊല്ലാം. ഫൈനൽ സോൺ വരെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നിൽക്കാം ഗൈസ്. ഓക്കെ, 10 ലൈവായിട്ടുണ്ട്. ടോപ്പ് 10 നമ്മൾ കയറിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഗൺ ഓൺലി ചലഞ്ചിൽ നമ്മൾ ടോപ്പ് 10 കയറുന്നത്. ഈ ചാനലിൽ കേട്ടോ, അല്ലാതെ ഞാൻ വെറുതെ ഒറ്റക്കൊറ്റക്ക് കളിക്കാൻ നേരത്ത് കയറിയിട്ടുണ്ട്. ബൂയൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി ഈ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഗൺ ചലഞ്ചൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ബൂയി അടിക്കാൻ പറ്റുമോ നോക്കൂ. എൻ്റെ പൊന്നോ, എനിക്ക് ലാഗ് അടിക്കായിരുന്നു. എവിടുന്നോ പറന്ന് കയറുമെന്ന പോലെയായി. അവൻ പറന്ന് കയറിയത് ഇറങ്ങി. അവരെ നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്തുവാണ് ഇവർ ചാടി പറന്നൊക്കെ പറ്റൂ. എന്തായാലും നമ്മൾ മെഡിക്കറ്റും ഇൻഹേലറും എല്ലാം അടിച്ച് കയറിയിട്ടുണ്ട്. അവൻ നമുക്കൊരു വണ്ടി സമ്മാനിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആ വണ്ടിയിൽ നിന്നിട്ട് തന്നെ 10 സൂപ്പർ മെഡിക്കറ്റ്. എൻ്റെ പൊന്നോ, ഇനി എന്ത് വേണം? ഇനി മെഡിക്കറ്റൊന്നും വേണ്ട, സൂപ്പർ മെഡിക്കറ്റ്. നമ്മൾ റിച്ചായി ഗൈസ്, റിച്ച്. ഓക്കെ, ലെവൽ 4 വെസ്റ്റ് എല്ലാം നമുക്ക് സെറ്റാണ്. ഇനിയിപ്പോൾ എനിമിനെ മാത്രം കണ്ടാൽ മതി. എനിമിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർക്കും, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു എനിമിനെ കണ്ടു ഗൈസ്. എൻ്റെ പൊന്നോ ഗൈസ്, നിങ്ങൾ ആ റഡാറ് കണ്ടു? എൻ്റെ പൊന്നടാവ്, എനിക്കൊന്ന് 8 പേര് ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ഭാഗ്യം അവിടെ ഞാൻ ഇനി ആ വണ്ടിയിൽ കയറിയില്ലായിരുന്നു. എന്നെ അവിടെ തീർത്തേനെ അവന്മാർ. വട്ടം ചുറ്റി നിൽക്കും. എല്ലാം കൂടെ ഒന്ന് ഫൈറ്റ് എടുക്കാനായിട്ട് ഉള്ള പരിപാടിയാ. റഡാറൊന്നും നോക്കിയേ. ഏറ്റവും പൊന്നടാവേ, അവിടെ 8 പേരേ ഉള്ളൂ. അതിൽ 7 പേരും അവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളത്. അവിടെ ഒരു എനിമീനെ നിങ്ങൾ കണ്ടോ ഗൈസ്? എനിക്കെവിടെയോ കണ്ട പോലെ തോന്നുന്നു. ഓക്കെ, നമ്മളെന്തായാലും അവിടെ നിന്ന് സ്കൂട്ടാവുന്നുണ്ട്. ഇതാണ്ടേ ഒരുത്തൻ നെറ്റ് പോയി നിൽക്കുന്നു. അല്ല, അവൻ നെറ്റ് പോയല്ല. നെറ്റ് പോയില്ലേ? ഇതെന്താടാ? ഓക്കെ, നമ്മൾ അടിക്കുന്നുണ്ട്. അവിടെ കൊള്ളുന്നില്ലല്ലോ. ഇവനെന്താ? എൻ്റെ പൊന്നോ, എനിക്ക് നേരെ ഡാമേജ് ഒന്നും ഓടാം. ഗ്ലൂ വാളിട്ടിട്ടും കൊള്ളുന്നില്ല ഗ്ലൂ വാൾ. ഓക്കെ, നമ്മളെന്തായാലും UMP കൊണ്ട് അവനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അവൻ സോണി ഇടാനായിട്ടൊക്കെ നോക്കി. പക്ഷേ മണ്ടൻ്റെ ഈ ദിമിത്രി ഇല്ലായിരുന്നു കേട്ടോ. സോണിയെ മാത്രം ഇട്ടിട്ട് വന്നിട്ട് എന്തിനല്ലേ? സോണി വന്നിട്ട് എനിമീനെ ഫിനിഷ് ആക്കണം. എനിമി ഒരു ഗ്ലൂ വാളിട്ടാൽ തീരാവുന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ 22 റിപ്പയർ കിറ്റിൻ്റെ പൊന്നടാവ് എന്തിനാണോ ആവോ അത്രയൊക്കെ. എങ്കിലും ചുമ്മാ ഒരു ഇതിന് രസത്തിന് നമുക്ക് എടുത്തു വെച്ചേക്കാം. നമ്മൾ ഹിറ്റ് ലിസ്റ്റ് ഇട്ടവൻ അവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ ആ ബോക്സിൻ ജിമ്മി വെച്ചിട്ടല്ലേ ഹിറ്റ് ലിസ്റ്റ് ഇട്ടത്. ഞാൻ എനിമീനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഹിറ്റ് ലിസ്റ്റ് ഇട്ടത്. ഇപ്പോൾ ഇടണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ വല്ലതും നമുക്ക് ഇരിക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഗണ്ണെല്ലാം എടുത്ത് കളയാം. കാട്ടാന കയ്യിലിരിക്കട്ടെ. കാട്ടാന എൻ്റെ ഇടോ
സഹൂർ അവനവിടെ ഒളിച്ചു വന്നിരിക്കുമോ, എന്ത് ചെയ്യാനാണ്. ഞാൻ സത്യം പറയാലോ, ഞാൻ ഈ കളിക്കാൻ നേരത്ത് പ്രതീക്ഷയില്ല ഇവന് ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ ഒട്ടും അറിഞ്ഞില്ല. പക്ഷെ ആ വണ്ടി അങ്ങോട്ട് പുറത്ത് കിടപ്പുണ്ടായിരുന്നല്ലോ, വണ്ടി പുറത്ത് കിടപ്പുണ്ടായിരുന്നല്ലോ അല്ലേ. അത് കാരണം എനിക്ക് എന്തോ ഡൗട്ട് അടിച്ചായിരുന്നു. വണ്ടി പുറത്ത് കിടപ്പുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതെ, അവൻ്റെ വണ്ടി പുറത്ത് കിടപ്പുണ്ടായിരുന്നു അല്ലേ, ഉണ്ടായിരുന്നു. അവനിവിടെ എനിക്ക് തോന്നുന്നു ഒളിച്ചിരിക്കാൻ വല്ലതും വന്നതായിരിക്കും. നമ്മളെപ്പോലെ വല്ല സർവൈവൽ പ്ലെയർ വല്ലതും ആയിരിക്കും അവൻ. എന്തായാലും നമ്മളവനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഗെയ്സ് നിങ്ങളുടെ ഫ്രീ ഫയറിലെ ലെവൽ എത്രയും താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ലെവൽ 61 ഇത് അവനിട്ട എയർ ഡ്രോപ്പ് ആണോ എന്നറിയത്തില്ല, ആവാൻ സാധ്യതകളില്ല. അവനിവിടെ വണ്ടി ഇട്ട പോലെ എനിക്ക് തോന്നിയാ. എന്തേലും ആവട്ടെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകുന്നുണ്ട്. 5 ലൈവ് ഉണ്ട് ഗെയ്സ്, 5 കില്ലും ഉണ്ട്. നമുക്ക് ഈ കളി ബൂയി അടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ. നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സിലോട്ടൊക്കെ എത്തണം, നമ്മൾ ഗ്രോ ആവണം ഗെയ്സ്. ഓക്കെ, എന്തി ദാണ്ടേ വന്നെ കണ്ടോ, ദാണ്ടേ പോണവൻ. ഓ, വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുക. അവിടെ റിട്ടേൺ അടിച്ചിട്ടൊന്നും വരുന്നില്ലല്ലോ, വണ്ടി ബാക്ക് വരിച്ചിട്ടൊന്നും വന്നില്ല. ഓ, അവൻ ലെമ്പോർഗിനി കൊണ്ട് പറന്നെന്ന് തോന്നി, ഇനി അവനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. എൻ്റെ മുന്നോനോ നിർത്തിയ ഇതെന്ത് പറ്റി. നമ്മൾ വണ്ടി പൊടിച്ചിട്ടാണല്ലോ ഒരു ഹെഡ് പോയി, 96 രണ്ടാമത്തെ ഹെഡ് പോയി. ഓക്കെ, അവനല്ല അവളായിരുന്നു, ഡബ്ല്യു വീള അങ്ങനെ കണ്ടല്ലേ. ഓക്കെ, അവനെന്തായാലും ആരെയോ നമ്മളെന്തായാലും ഫിനിഷ് ആക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, 4 ലൈവോ 6 കില്ലും ഉണ്ട് നമുക്ക്. അപ്പോൾ FGLും ഇതുമെല്ലാം നമുക്ക് പുറത്തെടുത്ത് കളയാം. FGLൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ 16 ഡാമേജോ, ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയതുള്ളൂ. 22 ഡാമേജ് ടോട്ടൽ. എൻ്റെ പൊന്നടാവ് എന്തൊരു കഷ്ടമാണിത്. എന്ത് ചെയ്യും. ഓ, അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്, നമുക്ക് അടിക്കാം. ഓടാ കൊണ്ടിലടാ, അവൻ തത്സൂയായിട്ട് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ് കേട്ടോ. ഇത് നമ്മളവനെ ഓക്കെ എണീക്ക് ഇല്ല നമ്മൾ കൊള്ളിച്ച് കഴിഞ്ഞാൽ ഇടാ ഗ്ലൂവാൾ ഭീമനാണോ അവൻ. ഇതേണ്ടേ ഓടിപ്പോണി. എടേ ഇവൻ്റെ ഈ ഗ്ലൂവാളില്ലേടാ, മണ്ടനാണോ എടാ. തൻ്റെ വേറെ വല്ല ഗണ്ണുവല്ല വരുന്നെങ്കിലുണ്ടല്ലോ തീർത്തു കൊടുത്തേനെ നമ്മൾ. എന്ത് ചെയ്യും അവനോടി അങ്ങെത്തിയെന്ന് തോന്നുന്നു. അവന് ഉഗാണ്ടയിലെത്തി ഓടി കാണുന്നില്ലല്ലോ അവനല്ലേ ഓടിപ്പോയി. എന്തിടാ എടാ, അവരതിൻ്റെ മുകളിലോട്ടൊക്കെ ഓടി. ഇവരെന്തോ ഫ്ലാഷും അല്ലോ അവിടെ. ഇതാണ്ട് അവിടെ ക്രോണോ ഇരിക്കുന്നു. ഓ, കയറാനും പറ്റുന്നില്ല. എന്ത് ചെയ്യവൻ, ഇവനെവിടെ പോയി, ഇവനെവിടെ പോയടാ. എടാ ഇവിടെ ഒന്നും ഇല്ലേ. ഓ ദാണ്ടേ ഇരിക്കുന്നു കൊച്ചു കള്ളൻ. അവനെ നമ്മളങ്ങനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. 2 ലൈവ് ഇനിയാണ്. ഓ, അതിൻ്റെ ഇടക്ക് തന്നെ കൃത്യം എനിക്ക് ലാഗ് വന്നിരിക്കുന്നു. എന്ത് ചെയ്യാനാണ് എടാ, ഒന്ന് ലാഗ് മാറടേ. എനിമീനെ കാണുന്നില്ലല്ലോ. ഓടെ തരാടാ, ഞാനെന്താ മണ്ടത്തരമൊക്കെ എടാ കാണിക്കുന്നേ ലാഗ്. ഓ എടാ, ഞാൻ എന്തൊക്കെയോട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു എനിമിയും കൂടെ ഉള്ളു. ബൂയ കൊണ്ടുപോയി കളയാതിരുന്നാൽ മതി. ബൂയ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അവൻ താണ്ടെ അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്, അതിൻ്റെ പുറയിലുണ്ടെന്ന് തോന്നുന്നു അവൻ. നമുക്കിവിടെ കവറെടുത്ത് നിൽക്കാം. താണ്ടെ പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് അവൻ. നമുക്ക് ഇതിലും വഴി ചാടിക്കയറി പോവാട്ടോ. അപ്പോൾ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് വെച്ചോട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്ത് വെക്കുക. നമുക്ക് ഇതിലും വഴി കറങ്ങിപ്പോണോ? ഇല്ലേ വേണ്ട, ചിലപ്പോൾ സോൺ പണിയാവും. കാര്യം നമ്മൾ കറങ്ങി ചെല്ലുമ്പോൾ അവൻ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ കാണും. 2 ഞെക്കിയാൽ മതി അവന്, നമ്മൾ തീരും. നമുക്ക് ഇതിലും വഴി കറങ്ങിച്ചല്ല, അവൻ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൂടെ കറങ്ങി ചെന്നാൽ പോരെ. അത് ഇനി അവൻ ഇതിലും വഴി കറങ്ങി വരുമോ അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇൻഹേലറൊക്കെ അടിച്ച് കയറ്റുന്നുണ്ട്. നമുക്ക് ഇനി പേടിക്കണ്ട, കുറേ ഇൻഹേലറും കുറേ എനർജറൈസറും ഒക്കെ ഉണ്ട്. അവനെ മാത്രം കാണുന്നില്ല. ഓ എടാ പൊന്നോ, അവൻ ആ കണ്ടെയ്നറിൻ്റെ പുറകിലുണ്ട്. മറ്റേ കെൻഡാക്കാരുടെ സ്കില്ലിട്ടുകൊണ്ട് വന്ന് നമുക്ക് അടുത്ത് ചെന്നിട്ട് അടിക്കാൻ. കാര്യം ദൂരത്ത് നിന്ന് അടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ വേറെ വല്ല കണ്ണും കാണുന്നു. അവൻ നമ്മളെ അതുകൊണ്ട് അടിച്ചിടുന്നതായിരിക്കും. എന്തായാലും ഗ്ലൂവാളൊക്കെ ആവശ്യത്തിലധികം ഉണ്ട്. ഓക്കെ, 1v1 ഫൈറ്റ്. ഓ എടാ നോക്ക്. ഓക്കെ, അവനെ നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേസ്. അപ്പോൾ കേസ് നമുക്ക് എത്ര പ്ലസ് കിട്ടി? ബൂയി അടിച്ചു. 69 + 69. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഹീറോയ്ക്ക് 2 സ്റ്റാർ തന്നെയാണ് നമ്മൾ. മറ്റൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.